ദൈവമായ യഹോവയുടെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മശീഹ ഭരിച്ച 1000 വർഷത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് ഉണ്ടായ, അതായത് AD 70 ഉണ്ടായിരുന്ന ജാതികളുടെ ന്യായവിധി അല്ലെങ്കിൽ നേഷൻസിന്റെ ന്യായവിധിയെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നതാണ്. വെളിപാട് 20 അതായത് മില്ലിനിയൽ കിങ്ഡം തുടങ്ങുന്ന സമയത്ത് കുറെ സിംഹാസനങ്ങൾ കണ്ടുവെന്നും കർത്താവിന് വേണ്ടി മരിച്ച അല്ലെങ്കിൽ മശീഹയ്ക്ക് വേണ്ടി മരിച്ചവരെല്ലാം കൂടെ അവർക്ക് ന്യായാസനങ്ങളോ അല്ലെങ്കിൽ ജാതികളെ വിധിക്കാനുള്ള അധികാരം കിട്ടുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ഗ്ലോറിഫൈഡ് ശരീരം കിട്ടിയവരാണ് 6 മുദ്ര എടുക്കപ്പെട്ടവരും 144Kയും അങ്ങനെ സ്വർഗരാജ്യത്തിൽ പോയവരൊക്കെ. അപ്പം അല്ലാതെ ഈ ജാതികളുടെ ന്യായവിധിയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്നവരാണ് അതിനുശേഷമുള്ള 1000 ആണ്ട് വാഴ്ചയിൽ നോൺ ഗ്ലോറിഫൈഡ് ബോഡീസിലേക്ക് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരായിട്ട് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടിയ സെയിൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് വെളിപാട് വായിച്ചാൽ മനസ്സിലാവും, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അപ്പം ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടിയവരാണ് ഭൂമിയിൽ അന്ന് ഭരിച്ചത്. കത്തീഡ്രൽ എന്ന് പറയുന്ന വാക്ക് സീറ്റ് എന്നാണ് അർത്ഥം. അപ്പം ഒരുപക്ഷെ ഈ ഗ്ലോറിഫൈഡ് സെയിൻസ് വന്നിരുന്ന ഓരോ നാട്ടിലും ന്യായവിധി നടത്തിയെന്ന സ്ഥലങ്ങളെ ആവണം കത്തീഡ്രൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ ലിറ്റിൽ സീസണിന് ശേഷം ഇതിനകത്തുള്ള കൺസ്ട്രക്ഷൻസിലെല്ലാം കുരിശും അല്ലെങ്കിൽ മറ്റങ്ങനത്തെ മതപരമായ കാര്യങ്ങൾ വെച്ചിട്ട് സാത്താൻ വരുത്തിയ മാറ്റങ്ങളാവണം ഇന്ന് കാണുന്ന ചർച്ചസിൻ്റെയൊക്കെ ഭാഗങ്ങൾ. അതിനു മുമ്പ് ഇതൊക്കെ എനർജി ഹാർവെസ്റ്റിംഗ് സെന്റേഴ്സ് ആയിട്ടും, അല്ലെങ്കിൽ അടുത്ത സ്ലൈഡിൽ കാണിക്കാം, അല്ലെങ്കിൽ ഈ സെയിൻസ് വന്നിരുന്ന ന്യായവിധി നടത്തുന്ന സ്ഥലങ്ങളായിട്ടും ഒക്കെ നമുക്കതിനെ എക്സ്പെക്ട് ചെയ്യാം. ഒരുപക്ഷെ അതിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം പലർക്കും പല സെയിൻസിന്റെ പേരിൽ ഇത്തരം കത്തീഡ്രലുകൾ വന്നത്. കൂടാതെ 1 കൊരിന്ത്യർ 6:2 വായിച്ചാൽ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കാൻ നിങ്ങൾ അയോഗ്യരോ? അപ്പം അവരാണ്, ആ ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടിയ വിശുദ്ധരാണ് പിന്നീട് ഭൂമിയെ 1000 ആണ്ട് ഭരിക്കുന്നത് അല്ലെങ്കിൽ വിധിക്കുന്നത് എന്നൊക്കെ കാണാം. അപ്പം അവരുടെ മേൽനോട്ടത്തിലായിരിക്കണം ഭൂമിയിൽ അന്ന് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ഇത്തരം കൺസ്ട്രക്ഷനും ഹീലിങ്ങും ഒക്കെ നടത്തിയിരുന്നതും ജഡ്ജ്മെന്റ് നടത്തിയിരുന്നതും ഒക്കെ. നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഓരോ 1 മീറ്റർ പോകുമ്പോൾ 100 വോൾട്ടിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ആ വ്യത്യാസം ഉണ്ടാവുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. അത് പല സയൻസ് ബുക്കുകളിലും ഉണ്ട്. ഇതിൽ നിന്നെല്ലാം എനർജി ഹാർവെസ്റ്റ് ചെയ്യുന്ന വളരെ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുന്ന പല ഭാഗങ്ങളും അല്ലെങ്കിൽ പല ഇലക്ട്രോണിക് സംഭവങ്ങളും ഉണ്ടായിരുന്നു മുൻപത്തെ കാലത്ത്. അതിനുവേണ്ടിയായിരുന്നു പല ഡോമുകൾ അല്ലെങ്കിൽ വളരെ ഉയരമുള്ള കത്തീഡ്രലുകളൊക്കെ അന്ന് ഉണ്ടാക്കിയിരുന്നത്. അതും ഒരു പർപ്പസ് ആയിരുന്നു. എന്നാൽ ലിറ്റിൽ സീസണിന് ശേഷം ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ ആന്റിനാസും എല്ലാം അവർ മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്നുകിൽ കുരിശോ അല്ലെങ്കിൽ മറ്റു മതപരമായ ചിഹ്നങ്ങളോ വെച്ചിട്ട് എൻ്റെ കൺസെപ്റ്റ് തന്നെ അവർ മാറ്റിക്കളഞ്ഞു. അല്ലെങ്കിൽ ഒരു കാലത്ത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ എനർജി ഹാർവെസ്റ്റ് ചെയ്തിരുന്ന മെത്തേഡ് തന്നെ അവരെല്ലായിടത്തുനിന്നും ഒഴിവാക്കി. ഇതെല്ലാം ലിറ്റിൽ സീസണിൽ നടക്കുന്ന കുറെ ഡിസപ്ഷന്റെ ഭാഗമാണ്. സൗണ്ട് പാറ്റേൺസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ടെക്നിക്സും എനർജി ഹാർവെസ്റ്റിങ്ങും ഒക്കെ അന്നത്തെ ഇത്തരം കൺസ്ട്രക്ഷൻസിൽ ലോകം മൊത്തം ഉപയോഗിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ തെളിവുകൾ ലോകത്തിലെ പല കൺസ്ട്രക്ഷൻസിലും ആർക്കിടെക്ചറിലും നമുക്ക് കാണുവാനും സാധിക്കും. ഡാർക്ക് ഏജസ് എന്ന് വിളിക്കുന്ന 500 മുതൽ 1500 AD വരെ സോകോൾഡ് അങ്ങനെ വിളിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ ലോകത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ മില്ലിനിയൽ കിങ്ഡത്തിൽ തന്നെ ദൈവം ഇവിടെ ഭൂമിയിൽ ഭരിച്ചപ്പോൾ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട സ്ഥലങ്ങളാവാം. എന്നാൽ ലിറ്റിൽ സീസൺ വന്നതിന് ശേഷം ഇതിന്റെയൊക്കെ ഒരു പർപ്പസ് തന്നെ മാറി. ഇതൊക്കെ ഡിസപ്ഷന്റെ ഭാഗമായി അല്ലെങ്കിൽ സയൻസിലൂടെയാണ് ഏറ്റവും കൂടുതൽ പേരെ ഡിസീവ് ചെയ്യുന്ന രീതിയിലേക്ക് സിസ്റ്റം മൊത്തം അല്ലെങ്കിൽ ആൾക്കാർ മാറുന്നതായിട്ടും എഡ്യൂക്കേഷൻ മാറുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. AD 70 ജാതികളുടെ ന്യായവിധിയിൽ നോൺ ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടിയ ആൾക്കാർ അല്ലെങ്കിൽ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടന്ന മനുഷ്യർ, അവരുടെ ആയുസ് വളരെയധികമായിരുന്നു. കാരണം സാത്താൻ ഇവിടെ തെറ്റിക്കാനില്ലാത്തതും വിശുദ്ധന്മാരുടെ മേൽനോട്ടത്തിലായിരുന്നത് കൊണ്ടുമൊക്കെ വളരെയധികം ഹീലിങ്ങും അല്ലെങ്കിൽ നല്ല രീതിയിൽ ലോകം നടന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. അവരുടെ ആയുസ് വൃക്ഷത്തിന്റെ പോലെ ആകും എന്ന് പറയുന്നുണ്ട്. കൂടാതെ അന്ന് അറിവ് വളരെയധികം ദൈവത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ ഭൂമി പൂർണ്ണമാകും. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും എന്നാണ് ഹബക്കൂക്ക് 2:14 പറയുന്നത്. മില്ലിനിയൽ കിങ്ഡം സമയത്ത് ജാതികളെ തെറ്റിക്കാൻ സാത്താൻ ഇല്ല അല്ലെങ്കിൽ ചങ്ങലയിലായിരുന്നെങ്കിൽ പോലും സ്വാഭാവികമായിട്ടുള്ള ജഡത്തിൻ്റെതായ പാപങ്ങൾ കൊണ്ട് ജാതികൾ എഴുന്നേൽക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും എന്ന് സാംസ് 2 സങ്കീർത്തനം 2 പറയുന്നത്. മില്ലിനിയൽ കിങ്ഡത്തിൽ
സെയിൻസ് ആയിട്ട് ജീവിച്ച നോൺ ഗ്ലോറിഫൈഡ് ബോഡീസ് ഉള്ള ആ മനുഷ്യർ ഒന്നെങ്കിൽ അപ്പോൾ തന്നെ അവർക്ക് മരിക്കുന്ന ഉടനെ തന്നെ അവർക്ക് ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടി കാണണം. 2 കൊരിന്ത്യൻസ് 5:6 വായിച്ചാൽ, ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴും കർത്താവിനോട് അകന്ന് പരദേശിയായിരിക്കുന്നു എന്ന് അറിയുന്നു. അത് അല്ലെങ്കിൽ ന്യായവിധിക്ക് ശേഷം, ഫൈനൽ ജഡ്ജ്മെന്റിന് ശേഷം അവർക്ക് ഗ്ലോറിഫൈഡ് ബോഡീസ് കിട്ടും. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ലിറ്റിൽ സീസൺ പാസ് ചെയ്ത് പോകേണ്ടതെന്ന് ചോദിച്ചാൽ, ആത്മാവിൽ ജീവിക്കുക, അല്ലെങ്കിൽ ജഡത്തിന്റെ സ്വഭാവം കുറച്ച് ആത്മാവിൽ കൂടുതൽ ശക്തിപ്പെടുക എന്നുള്ളതാണ് നമുക്ക് റോമൻസ് 8:13 വായിച്ചാൽ മനസ്സിലാവുക. ഒരു നിത്യജീവൻ കിട്ടുവാനും അല്ലെങ്കിൽ കിങ്ഡത്തിൽ പ്രവേശിക്കുവാനും ഒക്കെ. സക്കറിയ 14 നമുക്ക് വായിച്ചാൽ, അതായത് AD 70 യുദ്ധത്തിന് ശേഷം ദൈവത്തിന്റെ ജാതികളുടെ ന്യായവിധിക്ക് ശേഷം ബാക്കി വന്നവർ എല്ലാവരും കൂടാരപ്പെരുന്നാളും അല്ലെങ്കിൽ ആണ്ടുതോറും യഹോവയായ രാജാവിനെ നമസ്കരിക്കാനും കൂടാരപ്പെരുന്നാൾ ആചരിപ്പാനും ആണ്ടുതോറും പ്രിയ നഗരം അല്ലെങ്കിൽ യഥാർത്ഥ എരുസലേമിലേക്ക് പോകേണ്ടിയിരുന്നു അല്ലെങ്കിൽ പോകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ദൈവത്തിന് നന്ദി.